പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചും വചനം വായിച്ച കരുണയുടെ ജോമാലയെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ജോമാലയെല്ലാം നമ്മൾ 25 ഡിസംബർ 25 ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന പരിശുദ്ധമായ ദിനങ്ങളാണ്, നല്ല ദിനങ്ങളാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് ഒരുക്കാം, റെഡിയാക്കാം, വചനം പഠിക്കാനായിട്ട്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയും ഇവിടുന്ന് വിശുദ്ധീകരിക്കണം. വചനം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനെയും അവിടുന്ന് കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ചു നീ അരൂപിയിലൂടെ നയിക്കണമേ. അതുവഴി ഞങ്ങളങ്ങേ സ്തുതിക്കും, ഞങ്ങളങ്ങേ ആരാധിക്കും, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തും, ഞങ്ങളങ്ങേക്ക് നന്ദി പറയും. ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും ആമേൻ. മലാക്കി 4:2 എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. പ്രിയരെ, ഇവിടെ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വചനം പറയുക. വചനം പറഞ്ഞ ഈ നീതി സൂര്യൻ നമ്മുടെ ദുഃഖങ്ങളെല്ലാം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാക്കി ദൈവം മാറ്റും. ദുഃഖങ്ങളെല്ലാം അവസാനം ആകാശത്ത് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതാക്കി ദൈവം മാറ്റും. ആ ദുഃഖങ്ങളെല്ലാം ദൈവം സൗഖ്യമാക്കി മാറ്റും. പശുക്കുട്ടികള് പാല് കുടിച്ചു കഴിയുമ്പോൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ തുള്ളിച്ചാടും. അതുപോലെ ദുഃഖങ്ങളെല്ലാം സൗഖ്യമായി മാറിക്കഴിയുമ്പോൾ, ആനന്ദത്തിന് മുപ്പലുകളായി മാറിക്കഴിയുമ്പോൾ, ദൈവവചനം ഹൃദയത്തിലുള്ള ആനന്ദം കൊണ്ട് നമ്മളും പൂരിതരാകും, നമ്മളും വിശുദ്ധീകരിക്കപ്പെടും എന്നാണ് ദൈവം ഈ വചനത്തിലൂടെ അർത്ഥമാക്കുന്നത്. നമ്മൾ വചനം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകമുണ്ടാകും. ദൈവിക ചൈതന്യം നമ്മൾ നിറയും. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ നിറയും, പരിശുദ്ധാത്മ നമ്മൾ നിറയും. അങ്ങനെ വചനത്തിന്റെ ആനന്ദം സ്വന്തമാക്കാം. വചനത്തിന്റെ ആനന്ദത്താൽ നമ്മുടെ ഹൃദയം നിറയാം, നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരമെല്ലാം കൊണ്ട് ആത്മാവ് കൊണ്ട് നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്ന ശരീരമായി മാറും, ഒരാത്മാവായി മാറും. പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, നീതിസൂര്യനായ ദുഃഖങ്ങളെ നീ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കും നക്ഷത്രങ്ങളാക്കി മാറ്റുമ്പോൾ വചനത്തോടുള്ള ആനന്ദത്താൽ പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന സുഗന്ധ ജപമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. കരുണയുടെ ഈശോ, പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടി ഇതിനെ മഹത്വപ്പെടുത്താനും ആരാധിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ കാവൽക്കാരനും തിരുസഭയുടെ സംരക്ഷകനുമായി ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗീവർഗീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യാളാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മറിയം ത്രേസ്യയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സർവശക്തനും കാരുണ്യവാനും ദയാലുവും പുൽക്കൂട്ടിൽ പിറന്നവരുമായ കുഞ്ഞുണ്ണീശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. Praise the Lord. Yes, Lord. God bless you. Thank you, Jesus as Lord. Amen. Praise the Lord. ദൈവം അനുഗ്രഹിക്കട്ടെ.